ഹായ്, ഞാൻ തിരുമല ഷംനാഥ്. ഞാനിന്ന് തിരുമല മാർക്കറ്റിൽ മീൻ കച്ചവടം കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ പൂജപ്പരയിൽ നിന്ന് തിരുമലയോട്ട് പോണ വഴിക്ക് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ റോട്ടറി ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് NCC ഓഫീസിൻ്റെ ഇടയ്ക്ക് ഒരു പർദീസ എന്ന് പറഞ്ഞ തട്ടുകടയുണ്ട്. നമ്മളെ ഒരു ബ്രോൻ്റെ കടയാണ്. പക്ഷേ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, സംഭവം പൊടിയാണ്. ലൈവ് അപ്പം, പൊറോട്ട, ദോശ, ഇടിയപ്പം എല്ലാ സംഭവമുണ്ട്, എല്ലാം ലൈവായിട്ട്. പിന്നെ ഒരു തട്ടുകടയോ ഒന്നും നടത്തുന്നത് പോലെ അല്ല ഇത്. ഇപ്പം നമ്മൾ ഒരു 3 അപ്പവും ഇച്ചിരി ഗ്രേവി ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഇക്ക തരുന്നത് ചിക്കൻ പെരട്ടിൻ്റെതോ ചിക്കൻ ഫ്രൈൻ്റെ ഇതൊക്കെയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരം അവിടെ പോയി നമുക്ക് നോക്കിയാലേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ആ ബ്രോനെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയല്ലേ നീ അവിടെ വളച്ചിട്. ഇതാ പറഞ്ഞ് ഓ നമുക്കിപ്പോൾ അൻസർ ഭായിയെ കാണാം. നമ്മുടെ പർദീസ എന്നാണ് ആ തട്ടുകടയുടെ പേര്. വേണ്ട, ഇതാണ് അൻസർ ഭായി. മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. മാസ്ക് നിലമേലുള്ള ആളാണ്. മാസ്ക് ഇതാണ് അൻസർ ഭായി. അൻസർ ഭായിയുടെ തട്ടുകട എന്ന് പറയുമ്പോൾ അതായത് ചെറിയൊരു സംഭവമാണ്. പക്ഷേ ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവമാണ് പുറത്ത് പറഞ്ഞത്. ആർക്കും അറിയില്ല. ഒരിക്കൽ കഴിച്ചവരെന്തായാലും പിന്നെയും വരും. അതാണ് അൻസർ ഭായിയുടെ പ്രത്യേകത. കണ്ടോ, അൻസർ ഭായി പറയുന്നത് ലൈവ് അപ്പം, ലൈവ് ദോശ, നല്ല ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുകടയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ഫുഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലൈവ് ഫുഡാണ്. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് അപ്പം ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കണില്ലേ അതേമാതിരി നമ്മളിപ്പോൾ കണ്ട ചമ്മന്തി, സാമ്പാർ, ആ ഒരു ഇതുണ്ട് ഇവിടെ. അങ്ങനെ സാമ്പാർ ദോശ എന്നുള്ളൊരു പരിപാടിയില്ല. ആളെന്ത് ചോദിക്കും, കസ്റ്റമർ എന്ത് ചോദിക്കും അത് അൻസർ ഭായി കൊടുക്കും. അതാണ് അൻസർ ഭായിയുടെ ഒരു കസ്റ്റമറോടുള്ള ഒരു സ്നേഹം. ലാഭം ഇതെല്ലാം പിന്നീട്. ഞാൻ മീൻ കച്ചവടക്കാരനായതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കണം മീനുണ്ടാക്കി കൊടുക്കും. ഇന്നലെ ചൂര കൊടുത്തു അൻസർ ഭായിക്ക്. നമ്മുടെ ഭായി ലൈവായിട്ട് ദോശ ഉണ്ടാക്കുന്നു. ഉണ്ടോ, അപ്പമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് ഉണ്ടാക്കുന്ന അപ്പമാണ്. ഇപ്പോൾ കസ്റ്റമർ ലൈവായിട്ട് 2 അപ്പം കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ അമ്മയൊക്കെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അപ്പം കഴിച്ചിട്ട് ചൂട് ഉണ്ടാക്കി തരില്ല, അതേപോലെയാണ് ഉണ്ടാക്കി തന്നെ. അൻസർ ഭായി എന്തൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ? ദോശ, പൊറോട്ട, അപ്പം, പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, ഒരട്ടി. കറി എന്തൊക്കെ ഉണ്ട്? ചിക്കൻ കറി, ചിക്കൻ വരട്ട്, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ചില്ലി ചിക്കൻ, ചിക്കൻ തോരൻ, ചിക്കൻ ഫ്രൈ, ഏത് എന്തൊക്കെ തോരൻ, ചിക്കൻ ലിവർ, എല്ലാ സംഭവം ഉണ്ട്. പോട്ടി, ഇടിയപ്പം, പുട്ട്, ഗോതമ്പുട്ട്, അരിപ്പുട്ട്. ഒരു കസ്റ്റമറും ഈ പർദീസ തട്ടുകടയിൽ വന്നു കഴിഞ്ഞാൽ വിഷമിച്ച് പോകില്ല. കാരണം ഓരോരുത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഗ്രേവിയോ ചമ്മന്തിയോ ഒക്കെ ചോദിക്കുമ്പോൾ ഇച്ചിരി കടുപ്പമാണ് കൊടുക്കുക. അൻസർ ഭായി ഇപ്പോൾ ചിക്കൻ്റെ പൊടി ചോദിച്ചപ്പോൾ എനിക്ക് തന്നത് ചിക്കൻ്റെ പീസ് പൊടി എല്ലാം കൂടി പെരട്ട് എല്ലാം കൂടി തന്നു. അതാണ് അൻസർ ഭായി. എൻ്റെ ലൊക്കേഷൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂജപ്പുര റോട്ടറി ഹോസ്പിറ്റലും റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൻ്റെ ഇടയ്ക്ക്. എല്ലാവരും വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അൻസർ ഭായി ഒന്ന് മാസ്ക് മാറ്റി കാണിച്ചു കൊടുക്ക്. നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ഇവിടുത്തെ ഇതെന്നൊക്കെ. ചേട്ടാ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? ഞാൻ എറണാകുളത്തുനിന്ന് വരിക. കഴിച്ചിട്ട് എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണ് വന്നത്. ആദ്യമായിട്ടാണ് വന്നത്. വളരെ നല്ല ഫുഡായിട്ട് നല്ല ഫുഡായിട്ട് ലൈവ് ഇവിടെ
ഇസ്രയേൽ സ്റ്റാഫാണ്. ഓക്കെ. അപ്പം ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് അല്ല. ഓക്കെ. ഞാൻ നേരത്തെ കോടതി സ്റ്റാഫായിരുന്നു, ഇസ്രയേലിലെ സ്റ്റാഫായി. ഓക്കെ. അപ്പം റിട്ടയർ ചെയ്തതിന് ഇവിടെ വന്നു. അപ്പം അവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ കത്തയുടെ ഞാൻ ബീഫും 2 ദോശയും കഴിച്ചു. പിന്നെ അതിനോടൊപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ്റെ പൊടി, ചിക്കൻ്റെ കഷ്ണമൊക്കെ ഇട്ട് സൂപ്പറാണ്. ഓക്കെ. ശരിയാണ്. അടുത്ത നമ്മളൊരു യങ് ബ്രദറിൻ്റെ അടുത്ത് ചോദിക്കും. ബ്രദറെ, എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡാണ്. സ്ഥിരം ഫുഡ് കഴിക്കാൻ വരാറുണ്ടോ ഇവിടെ? ഇല്ല, എന്നാ കഴിക്കണം ആദ്യമായിട്ട്. ഇന്ന് ആദ്യമായിട്ടാണ് കഴിച്ചിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഫുഡാണ്. നല്ല ഫുഡാണ്. അപ്പോൾ ഇനി കഴിക്കാൻ വരാൻ താല്പര്യമുണ്ടോ? വരും. ഉറപ്പായിട്ട് വരും. അതാണ് അൻസർ ഭായിയുടെ പ്രത്യേകത. ശരി എന്നാൽ ഓക്കെ. നമ്മുടെ അടുത്ത് പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ആട്ടോ ഓടിച്ചിരുന്ന സമയത്തൊക്കെ നമ്മളെ സുഹൃത്തായിരുന്നു, നമ്മളെ ഇക്കയായിരുന്നു. ഇക്ക ഇപ്പോഴും ആട്ടോ തന്നെ ഓടിക്കുന്നല്ലേ. ഞാൻ ഇപ്പോൾ ഓട്ടോ ഫീൽഡൊക്കെ വിട്ടിട്ട് ഞാൻ മീൻ കച്ചവടത്തിലായി. അപ്പം ഇക്ക ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? വരാറുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ഫുഡ്, സൂപ്പറാണ്. എന്തെങ്കിലും പഴയ തട്ടുകട പോലെ വല്ല ഡിമാൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അൻസർ ഭായി എങ്ങനെയാണ്? നല്ല ആളല്ലേ? ഫുഡ് തരാനും സെർവ് ചെയ്യാനും നല്ല ആളാണ്. നമ്മൾ അങ്ങനെ ഡിമാൻഡ് ഒന്നുമില്ലല്ലോ. ഗ്രേവി ഇല്ല, ചമ്മന്തി ഇല്ല, ഇങ്ങനെ എന്ത് പറയില്ല. ചമ്മന്തി ചോദിച്ചാൽ ചിക്കൻ പെരട്ട് തരുന്ന ആളാണ് അൻസർ ഭായി, ഇല്ലേ? അതെ. അപ്പം കണ്ടല്ലോ, ഇതാണ് അൻസർ ഭായിയുടെ പർദീസ തട്ടുകട. നിങ്ങൾ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുക. അൻസർ ഭായിൻ്റെ ഫുഡ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഞാൻ തിരുമല ഷംനാഥ്. എന്നെ എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ വിജയിപ്പിക്കുക.